Hello students, welcome back to Rijwan PSK Tele classes. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ആ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ കുറേ ഫീച്ചേഴ്സും പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും സ്റ്റോയിഷ്യോമെട്രിയും തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ദാറ്റ് ഈസ് കെ സിൻ്റെയും കെ പിൻ്റെയും ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ നമ്മളൊരു പോയിന്റ് പറഞ്ഞു. കെ സി ആൻഡ് കെ പി ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. നമ്മളിപ്പോൾ കെ പി എഴുതിയാലും ശരി കെ സി എഴുതിയാലും ശരി ബോത്ത് കെ സി ആൻഡ് കെ പി ആർ independent of concentration and independent of partial pressure. Okay, then ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്, this Kp and Kc depends only on temperature. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ചേഞ്ച് ആവണമെങ്കിൽ കോൺസെൻട്രേഷൻ ചേഞ്ച് ആയാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ചേഞ്ച് ആവില്ല, പ്രഷർ ചേഞ്ച് ആയാൽ കെ പിയും കെ സിയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കെ പി കെ സി ചേഞ്ച് ആവണമെങ്കിൽ ആ റിയാക്ഷൻ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ മാറിയാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് മാറും. Okay, അപ്പോൾ equilibrium constant that is both Kp and Kc are depending only on temperature. അപ്പോൾ എന്താണ് ഈ equilibrium constantും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് equilibrium constant വിത്ത് ടെമ്പറേച്ചർ? സോ റിലേഷൻ ഓഫ് equilibrium constants with temperature. ഓക്കെ, ഇപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സിൽ ഫ്രീ എനർജീനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീ എനർജിയും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു -2.303 RT log K. ഓക്കെ, ആ കെ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഡെൽറ്റ ജി സീറോ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഇസ് ഈക്വൽ ടു -2.303 RT log K എന്നാണ് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഫ്രീ എനർജിയും തമ്മിലുള്ള കണക്ഷൻ. ഈ റിലേഷൻ്റെ ഒരു പേര് പറയും വാൻ ഹോഫ് റിയാക്ഷൻ ഐസോതേർം. വാൻ ഹോഫ് റിയാക്ഷൻ ഐസോതേർം. ഓക്കെ, ദിസ് എ റിലേഷൻ ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ഫ്രീ എനർജി. നമുക്കൊരു ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. തെർമോഡൈനാമിക്സ് പഠിച്ചൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇക്വേഷൻ ആണ് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഓക്കെ, ഇറ്റ്സ് നോൺ എസ് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സീറോ മൈനസ് ടി ഡെൽറ്റ എസ്. ഓക്കെ, ഞാൻ ഈ ഡെൽറ്റ ജി സീറോൻ്റെ വാല്യൂന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ തമ്മിൽ എന്താണ് കണക്ഷൻ നോക്കാൻ പോവാം. ഫോർ ദാറ്റ് ഞാൻ ഇതിന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ ആ ഇക്വേഷൻ ഇങ്ങനെ വരും, ലോഗ് കെ. ഓക്കെ, ഞാൻ അവിടെ നിന്ന് ലോഗ് കെ സെപ്പറേറ്റ്. ഇപ്പോൾ ലോഗ് കെ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ജി സീറോ ബൈ 2.303 RT. ഓക്കെ, ദാറ്റ് ഇസ് അത് ലെഫ്റ്റിലേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ലോഗ് കെ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ജി സീറോ ബൈ 2.303 RT എന്ന് വരും. ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സീറോ മൈനസ് ടി ഡെൽറ്റ എസ് എന്നല്ലേ. ഇപ്പം ഞാൻ ആ ഡെൽറ്റ ജി സീറോയ്ക്ക് പകരം എച്ച് ദാറ്റ് ഇസ് എന്താൽപ്പീൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്താൽ ദിസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സീറോ മൈനസ് ടി ഡെൽറ്റ എസ് എന്നാണ്. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ എഴുതി മൈനസ് ഡെൽറ്റ എച്ച് സീറോ ബൈ 2.303 RT. ഓക്കെ, ഡെൽറ്റ ജി സീറോയ്ക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഞാൻ ഇക്വേഷൻ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ മൈനസ് ഡെൽറ്റ എച്ച് സീറോ ബൈ 2.303 RT മൈനസ് ടി ഡെൽറ്റ എസ് ബൈ 2.303 RT. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ബിക്കംസ് പ്ലസ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് കൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താണ്. മൈനസ് ഇൻറ്റു ഇങ്ങനെ വരാം, മൈനസ് ഇൻറ്റു ഡെൽറ്റ എച്ച് സീറോ മൈനസ് ടി ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ 2.303 RT. ഓക്കെ, ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് എഴുതിയതാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്തായി? മൈനസ് ഡെൽറ്റ എച്ച് സീറോ ബൈ 2.303 RT. ഓക്കെ, മൈനസ് ടി ഡെൽറ്റ എസ് ബൈ 2.303 RT. മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ടി ക്യാൻസൽ ചെയ്ത് പോയി. സോ ദാറ്റ് ബിക്കംസ് ഡെൽറ്റ എസ് സീറോ ബൈ 2.303 R. ടി ക്യാൻസൽ ചെയ്ത് പോയി കേട്ടോ. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പർട്ടിക്കുലർ റിയാക്ഷന് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഡെൽറ്റ എച്ച് സീറോ ഡെൽറ്റ എസ് സീറോ ഡെൽറ്റ ജി സീറോ ഈ പറഞ്ഞ ക്വാണ്ടിറ്റീസ് ഒക്കെ കോൺസ്റ്റൻസ് ആണ്.
ഓക്കെ, സ്റ്റാൻഡേർഡ് വാല്യൂസ് എല്ലാം കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഡെൽറ്റ എസ് സീറോ കോൺസ്റ്റൻ്റ് ആണ്, ഡെൽറ്റ എച്ച് സീറോ കോൺസ്റ്റൻ്റ് ആണ്, 6 കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ 6 ഉണ്ട്, 6 കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് കോൺസ്റ്റൻ്റ് ആയില്ലേ? ഡെൽറ്റ എസ് സീറോ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു, ഡെൽറ്റ എച്ച് സീറോ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ഡെൽറ്റ എസ് സീറോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഫോർ എ പർട്ടിക്കുലർ റിയാക്ഷൻ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള ഡെൽറ്റ എസ് സീറോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇത് കോൺസ്റ്റൻ്റ് ആയി, 2.303 കോൺസ്റ്റൻ്റ് ആണ്, ആർ ഈസ് ഓൾസോ കോൺസ്റ്റൻ്റ്. സോ ദിസ് ടേം കംപ്ലീറ്റ്ലി ബിക്കം എ കോൺസ്റ്റൻ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുകയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയായി, ലോഗ് കെ ഈസ് ഈക്വൽ ടു ദിസ് ടേം ബിക്കംസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഞാനത് എ എന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. എ മൈനസ് ഡെൽറ്റ ഹെഡ് സീറോ ബൈ 2.303 ആർ ടി. ഇത് നിങ്ങൾക്ക് എ എന്നോ എക്സ് എന്നോ പി എന്നോ എന്താ വെച്ചാൽ എടുത്തോ. ക്ലിയർ ആണല്ലോ പറഞ്ഞേക്കണേ? അപ്പോൾ നമ്മളിത് പെർഫെക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ, ഫുൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഡെൽറ്റ എസ് സീറോ by 2.303 R minus delta H0 by 2.303 RT. Okay, so this equation gives the relation of equilibrium constant K with temperature. പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ നമ്മളൊരു പേര് പറയും, ഇറ്റ് ഈസ് നോൺ ആസ് വാൻ ഹോഫ് ഇക്വേഷൻ. അപ്പോൾ വാൻ ഹോഫ് ഇക്വേഷൻ എന്താണ്? It is an equation which gives the relation of equilibrium constant with temperature. അപ്പോൾ equilibrium constant ഉം ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് വാൻ ഹോഫ് ഇക്വേഷൻ. ക്ലിയർ? ദാറ്റ് ഈസ് ലോഗ് കെ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സീറോ ബൈ 2.303 ആർ മൈനസ് ഡെൽറ്റ എച്ച് സീറോ ബൈ 2.303 ആർ ടി. ഓക്കെ, ദെൻ ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, ടെമ്പറേച്ചർ ഡിനോമിനേറ്റർ ആണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ നമ്മൾ നോക്കാൻ പോവാം. What happens to the equilibrium constant when temperature increases? For that, we need to identify whether the reaction is endothermic or exothermic. നമ്മൾ തെർമോഡൈനാമിക്സിൽ വീണ്ടും പഠിച്ചൊരു കാര്യമാണ്. റിയാക്ഷൻസ് എക്സോതെർമിക് ആവാം, എൻഡോതെർമിക് ആവാം. എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് വെച്ചാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്, അതിന് ഡെൽറ്റ എച്ച് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് ചെയ്യുന്ന, ആ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് റിലീസ് ചെയ്യും. എക്സോതെർമിക് റിയാക്ഷൻസിൻ്റെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും. നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഇവിടെ പറയാം. എൻഡോതെർമിക് റിയാക്ഷനിൽ ഞാനിപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്, എക്സോതെർമിക് റിയാക്ഷൻ ഞാൻ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് ടെമ്പറേച്ചർ എന്നാണ്. അപ്പോൾ ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ, ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൂടുമോ കുറയുമോ എന്നാണ്. അത് അറിയണമെങ്കിൽ റിയാക്ഷൻ്റെ നേച്ചർ അറിയണം. റിയാക്ഷൻ എക്സോതെർമിക് ആണോ റിയാക്ഷൻ എൻഡോതെർമിക് ആണോ എന്ന് അറിയണം. ഞാൻ ആ രണ്ട് കേസും നോക്കാൻ പോവാം. ഓക്കെ, ഇഫ് ദ റിയാക്ഷൻ ഈസ് എക്സോതെർമിക്, ഫസ്റ്റ് കേസ് എക്സോതെർമിക് റിയാക്ഷൻ, ആ എക്സോതെർമിക് റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഫോർ എക്സോതെർമിക് റിയാക്ഷൻ ഡെൽറ്റ എച്ച് വിൽ ബി നെഗറ്റീവ്. അങ്ങനെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെയായില്ലേ, log k is equal to, ഈ ടേം അങ്ങനെ തന്നെ വരും, ദാറ്റ് ഈസ് ഡെൽറ്റ എസ് സീറോ ബൈ 2.303 ആർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എക്സ് എന്നോ വൈ എന്നോ പി എന്നോ എഴുതിക്കോ, മൈനസ്, ഓക്കെ, മൈനസ് ഡെൽറ്റ എച്ച് ഇപ്പോൾ നെഗറ്റീവ് അല്ലേ, നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ചിന് വാല്യൂ നെഗറ്റീവ് ആണ്. ഓൾറെഡി ഇക്വേഷനിൽ നെഗറ്റീവ് ഉണ്ട്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ഈ ടേം പോസിറ്റീവായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി പ്ലസ് ഡെൽറ്റ എച്ച് സീറോ ബൈ 2.303 ആർ ടി. ദിസ് ഇസ് ദ റിലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് ടെമ്പറേച്ചർ ഇൻ ദ കേസ് ഓഫ് എക്സോതെർമിക് പ്രോസസ്. ഓക്കെ, ഇനി നോക്കിക്കോ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ലോഗ് കെക്ക് എന്ത് സംഭവിക്കും എന്നാണ്. ഇത് എക്സോതെർമിക് ആണ്, ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. ടെമ്പറേച്ചർ എന്ന ടേം ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ ആണെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആ ക്വാണ്ടിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് കേസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ലോഗ് കെ എന്ത് ചെയ്യും,
ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് പോകുന്നതനുസരിച്ച് ഡിനോമിനേറ്ററിൻ്റെ വാല്യൂസ് ആണ് കൂടുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ലോഗ് കെയുടെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ലോഗ് കെ ഡിക്രീസസ്. ലോഗ് കെ ഡിക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ ഇ ക്യൂ ഡിക്രീസ് ചെയ്യും. ഞാനത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടി കെ ഇ ക്യൂ എന്ന് എഴുതിയതാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിക്രീസ് ചെയ്യും. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കുറയണു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മളിപ്പോൾ ഏത് റിയാക്ഷനാണോ കൺസിഡർ ചെയ്യുന്നത് അതിന് കെ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് നൽകി നമ്മൾ എഴുതുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ കുറയണു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയണമെന്നും റിയാക്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടണു എന്നാണ്. അത് ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കുറഞ്ഞു എന്നർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ആ റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ the rate of forward reaction will get decreased. മനസ്സിലാണല്ലോ പറഞ്ഞത്? അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം. ഇഫ് ദ റിയാക്ഷൻ ഇസ് എക്സോതെർമിക് ദെൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ കെയുടെ വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കുറയും. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കുറയണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആ റിയാക്ഷൻ്റെ സ്പീഡ് കുറഞ്ഞു. ദാറ്റ് ഇസ് പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു, റിയാക്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. ദാറ്റ് മീൻസ് ദ ഈസ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ദ സ്പീഡ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് മനസ്സിലായല്ലോ, എക്സോതെർമിക് റിയാക്ഷൻ. സെക്കൻഡ് കേസ്, ഇഫ് ദ റിയാക്ഷൻ ഈസ് എൻഡോതെർമിക്. റിയാക്ഷൻ കേസ് നമ്പർ 2, റിയാക്ഷൻ ഈസ് എൻഡോതെർമിക്. എൻഡോതെർമിക് റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് വാല്യൂ പോസിറ്റീവാണ്. ഇത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എഴുതുമ്പോൾ വാല്യൂ വിൽ ബി പോസിറ്റീവ് വാല്യൂ. ക്ലിയർ? അപ്പോൾ നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അവിടെ. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായി. എന്താണ്? ലോഗ് കെ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് 0 ബൈ 2.303 R മൈനസ് ഡെൽറ്റ എച്ച് ഇപ്പോൾ പോസിറ്റീവ് അല്ലേ, സോ ദാറ്റ് വിൽ ബി നെഗറ്റീവ് ഓൺലി, മൈനസ് ഡെൽറ്റ എച്ച് 0 ബൈ 2.303 RT. ഓക്കെ, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് ആണല്ലോ. ഈ നെഗറ്റീവ് സൈൻ കഴിഞ്ഞുള്ള ആ ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് ലോഗ് കെ കൂടില്ലേ? പറഞ്ഞ പോയിന്റ് കിട്ടിയല്ലോ അല്ലേ? നെഗറ്റീവിന് ശേഷം ദാറ്റ് ഈസ് സബ്ട്രാക്ട് ചെയ്ത് കളയുന്ന വാല്യൂ കുറയും തോറും, ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് 0 ബൈ 2.303 RT ചെറുതായി വരുന്നതനുസരിച്ച് ഇതിൻ്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് ലോഗ് കെയുടെ വാല്യൂ കൂടുക ചെയ്യണേ ആണല്ലോ. ഇതിൻ്റെ വാല്യൂ കുറയണമെങ്കിൽ ടെമ്പറേച്ചർ കൂടണ്ടേ? ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായല്ലോ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ കംപ്ലീറ്റ് ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയും. ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നതനുസരിച്ച് ലോഗ് കെയുടെ വാല്യൂ കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഈ കണ്ടീഷനിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഫ്രാക്ഷൻ്റെ വാല്യൂ കുറഞ്ഞു, ലോഗ് കെയുടെ വാല്യൂ കൂടി. അപ്പോൾ ലോഗ് കെ ഇൻക്രീസ് ചെയ്തു. ലോഗ് കെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവണം. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കൂടണമെങ്കിൽ എന്താ കണ്ടീഷൻ? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും റിയാക്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറയാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ റിയാക്ഷൻ്റെ ദാറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തു. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇഫ് ദ റിയാക്ഷൻ ഈസ് എക്സോതെർമിക് ദെൻ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റിയാക്ഷൻ്റെ സ്പീഡ് കുറയും, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കുറയും. റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ദാറ്റ് ഈസ് റിയാക്ഷൻ്റെ സ്പീഡ് കൂടും, പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് കൂടും, അങ്ങനെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂം കൂടും. മനസ്സിലായി? അപ്പോൾ ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് കണ്ടീഷനിൽ ഞാൻ ഈക്വേഷൻ അപ്ലൈ ചെയ്തതാണ്. നമ്മളൊരു ഗ്രാഫിക്കൽ മാനർ കൂടെ നമുക്ക് പറയാം. ദാറ്റ് ഇസ് ഇതിനെ നമുക്ക് ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ ഇക്വേഷൻ ഇതാണ്. എന്തായിരുന്നു? ലോഗ് കെ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് 0 ബൈ 2.303 R മൈനസ് ഡെൽറ്റ എച്ച് 0 ബൈ 2.303 RT. ഓക്കെ, ഞാനിത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്ക് എൻഡോതെർമിക്കിനും എക്സോതെർമിക്കിനും രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും.
ഇഫ് ദ റിയാക്ഷൻ ഈസ് എൻഡോതെർമിക്. എൻഡോതെർമിക് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഇക്വേഷൻ ലോഗ് കെ ഈസ് ഈക്വൽ ടു, ഞാനിത് വേണമെങ്കിൽ ഇപ്പോൾ എക്സ് എന്നൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, മൈനസ് ഡെൽറ്റ H0 ബൈ 2.303 RT. നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ അതുപോലെ ഇക്വേഷൻസിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു ഇക്വേഷൻ്റെ ഗ്രാഫ് നോട്ട് ചെയ്യണം. നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയാണ്, y ഈക്വൽ ടു mx പ്ലസ് സി. ഓക്കെ, y ഈക്വൽ ടു mx പ്ലസ് സി എന്ന ഫോമിൽ ഒരു ഇക്വേഷൻ വന്നാൽ ആ ഇക്വേഷനിലെ വേരിയബിൾ യൂസ് ചെയ്ത് നിങ്ങളൊരു ഗ്രാഫ് വരച്ചാൽ ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ വരച്ചിട്ട് നിങ്ങൾ ഇതിലെ വേരിയബിൾ ടേം ഉപയോഗിച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് ചോദിക്കുക. അങ്ങനെ ഗ്രാഫ് വരച്ചാൽ ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് എന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ ഫോർ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് y is equal to mx plus c. അതിൽ മനസ്സിലാക്കേണ്ടത് y is a വേരിയബിൾ, വൈയുടെ വാല്യൂ ചേഞ്ച് ആവും, എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ആവും. അപ്പോൾ എക്സും വൈയും ആണ് വേരിയബിൾ, വേർ m ആൻഡ് c ആർ കോൺസ്റ്റൻസ്. m ഒരു കോൺസ്റ്റൻ്റ് ആണ്, c ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. എം ആ ഗ്രാഫിൻ്റെ സ്ലോപ്പിൻ്റെ വാല്യൂ, സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റുമാണ്. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ ഗ്രാഫ് വൈനെ അവിടെ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ദാറ്റ് ഇസ് ഒരു ദ എക്സ് ആക്സിസ്, ലെറ്റ് ഇറ്റ് ബി വൈ ആക്സിസ്. ഓക്കെ, ഇഫ് ദ ഗ്രാഫ് ഈസ് കമ്മിങ് ലൈക്ക് ദിസ്, ഗ്രാഫ് ഇങ്ങനെ വരികയാണെങ്കിൽ ഗ്രാഫ് വൈനെ ടച്ച് ചെയ്ത പോർഷൻ ഇതല്ലേ, ദ ഗ്രാഫ് ടച്ചസ് ദ വൈ ആക്സിസ് ഓവർ ഹിയർ. അപ്പോൾ ഇത്രയും പോർഷനാണ് നമ്മൾ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ വാല്യൂ എത്രയാണോ അതാണ് വൈ ഇൻ്റർസെപ്റ്റ്. ഓക്കെ, ദിസ് ഇസ് വൈ ഇൻ്റർസെപ്റ്റ്. നമ്മളിതിനെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്താൽ, നമ്മൾ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് ഇങ്ങനെ വരും. ഓക്കെ, ഇത് ഡി വൈയും ഇത് ഡി എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂവിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് ഈ വാല്യൂവിനെയാണ് നമ്മൾ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് വിളിക്കുന്നത്. ആ സ്ലോപ്പിൻ്റെ വാല്യൂ എന്തിന് ഈക്വലാ? എമ്മിന് ഈക്വലാ. നമ്മൾ എഴുതുന്ന ഇക്വേഷനിൽ എം എന്താണോ ആ എം ആണ് സ്ലോപ്പ്. നിങ്ങൾ ഈ സ്ലോപ്പിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു എം. ഈ വൈ ഇൻ്റർസെപ്റ്റ് എന്താണോ, ഇതിപ്പോൾ ഒരു സപ്പോസ് ഇപ്പോൾ ഇതിൽ 10 ആണെന്ന് വിചാരിക്കുക, ആ വൈ ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു സി. അപ്പോൾ സി എന്താണോ അത് വൈ ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ ആയിരിക്കും. ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണോ അത് എമ്മിൻ്റെ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്രാഫ് താഴെ നിന്ന് മേളിലേക്ക് പോയാൽ നമ്മൾ പറയും സ്ലോപ്പ് പോസിറ്റീവാണ്. ഓക്കെ, നിങ്ങൾ ഗ്രാഫ് ഇതുവരെയും പഠിക്കാത്തതുകൊണ്ട് ചെറിയൊരു വിഷയം ഉണ്ടാവും, അതിങ്ങനെ കുറേ കേട്ട് വരുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ തൽക്കാലം ഇത് ഇങ്ങനെ മനസ്സിലാക്കുക. ഗ്രാഫ് ഇപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇഫ് ദ ഗ്രാഫ് ഈസ് ഗോയിങ് ലൈക്ക് ദിസ്, വി ക്യാൻ സേ ദ ഗ്രാഫ് ഹാസ് എ പോസിറ്റീവ് സ്ലോപ്പ്. നമ്മളിപ്പോൾ ഇത് ഡി വൈ ബൈ ഡി എക്സ്, ദാറ്റ് ഈസ് ഇത് ഈ പറഞ്ഞ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഗ്രാഫ് ക്യാൻ കം ലൈക്ക് ദിസ്. ഇതും ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, ഇതും സ്ട്രെയിറ്റ് ലൈനാണ്, ഇതും സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, ഇത് നമ്മൾ എക്സ്ട്രാ പോളായിട്ട് ഇത് ബാക്കിലേക്ക് ടച്ച് ചെയ്താൽ, വൈനെ ടച്ച് ചെയ്താൽ ഇത്രയും പോർഷനാണ് വൈ ഇൻ്റർസെപ്റ്റ്. ഓക്കെ, ഇതിൻ്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്താൽ ഗ്രാഫ് താഴേക്ക് വരും, ചരിവ് താഴേക്കാം. സ്ലോപ്പും ചരിവ് എന്നാണ്, ചരിവ് താഴേക്കല്ലേ, അപ്പോൾ സ്ലോപ്പിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് നെഗറ്റീവ് സ്ലോപ്പ് ഉള്ളതായിരിക്കും. എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാഫിൻ്റെ സ്ലോപ്പും പോസിറ്റീവ് ആയിരിക്കും, ഗ്രാഫ് താഴെ നിന്ന് മേളിലേക്ക് പോകും. ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക. ക്ലിയർ? അപ്പോൾ y is equal to mx plus c എന്ന ഫോമിൽ വരുന്ന ഏത് ഇക്വേഷൻ വരച്ചിട്ടെങ്കിൽ ഗ്രാഫ് വരച്ചാലും ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ where m represents the slope of the graph and c will be the y intercept. Clear? ഇനി നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് വരാം. ഓക്കെ, ഞാനിവിടെ ഒരു കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഡെൽറ്റ H0 ബൈ 2.303 R ഉണ്ടായിരുന്നു, മൈനസ് ഡെൽറ്റ H ബൈ 2.303 RT. ഈ ഇക്വേഷനിൽ ഇത് എൻഡോതെർമിക് അല്ലേ? എൻഡോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, വാല്യൂ ഇവിടെ നെഗറ്റീവായി. അപ്പോൾ ഇവിടെ വേരിയബിൾസ് നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആസ് ടെമ്പറേച്ചർ ചേഞ്ചസ് ലോഗ് കെ ചേഞ്ചസ്. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾസ് ഏതൊക്കെയാണ്? ടെമ്പറേച്ചറും ലോഗ് കെയും ആണല്ലോ. ടി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ലോഗ് കെ ചേഞ്ച് ആവും. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഈ ടേം ഒരു കോൺസ്റ്റൻ്റ് ആണ്.
So it is just like y equal to mx plus c. y equal to mx plus c. അപ്പോൾ വൈന് കറസ്പോണ്ടിങ് വാല്യൂ എന്തുവാ? ലോഗ് കെ. ഇപ്പം നമ്മൾ വൈ ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്, വൈ ആക്സിസിൽ എടുക്കേണ്ടത് ലോഗ് കെയുടെ വാല്യൂ, എക്സ് ആക്സിസിൽ എടുക്കേണ്ടത് 1/t ആണ്. ഇത് 1/t ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം, 2.303 r ഇൻറ്റു 1/t. ഓക്കെ, മനസ്സിലായി? അത് നമ്മൾ ചേർത്ത് എഴുതിയിരിക്കുന്നതാണ് ഡെൽറ്റ എച്ച് 0/2.303 RT. RT എന്ന് വെച്ചാൽ 1/t എന്നാണ്. അപ്പോൾ എക്സിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 1/t, വൈൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ലോഗ് കെ. ഓക്കെ, നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. എക്സ് ആക്സിസിൽ ഇപ്പോൾ എടുക്കേണ്ട വാല്യൂ എന്തുവാ? എക്സിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 1/t, വൈൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ലോഗ് കെ. ഓക്കെ, ഗ്രാഫ് താഴെ നിന്ന് മേളിലേക്ക് പോവും, മേളിൽ നിന്ന് താഴേക്ക് വരും നോക്കണ്ടേ. സി നോക്കിക്കോ, സിന് ഒരു സ്പെസിഫിക് വാല്യൂ ഉണ്ട്. ഇവിടെ സിൻ്റെ വാല്യൂ എന്തുവാണ്? സി ഈസ് ഡെൽറ്റ S0/2.303 R ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഒരു സംശയം വരും, ഗ്രാഫ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തൂടെ? ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകാമല്ലോ. ഇങ്ങനെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വൈനെ എവിടെ ടച്ച് ചെയ്യുന്നത്? അതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ എന്തുവായി? 0. ഓക്കെ, പക്ഷേ ഇവിടെ വൈ ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ 0 അല്ല എന്ന് മനസ്സിലായി. വൈ ഇൻ്റർസെപ്റ്റ് ഹാസ് എ സ്പെസിഫിക് വാല്യൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സീനൊരു സ്പെസിഫിക് വാല്യൂ ഉണ്ടെങ്കിൽ ദ ഗ്രാഫ് വോണ്ട് സ്റ്റാർട്ട് ഫ്രം ദി ഒറിജിൻ. ഒരു കാരണവശാലും ഗ്രാഫ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ സി 0 അല്ലാത്ത ഒരു ഗ്രാഫും എന്ത് ചെയ്യില്ല? ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ സി 0 അല്ല എന്ന് മനസ്സിലായി. ദെയർഫോർ ഗ്രാഫ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഇപ്പോൾ സി 0 അല്ല, അപ്പോൾ ഗ്രാഫ് വൈനെ ടച്ച് ചെയ്യുന്നത് അപ്പുറം ഏതെങ്കിലും മേളിൽ വെച്ചിട്ട് പോർഷനിലായിരിക്കും. ഇനി എമ്മിൻ്റെ വാല്യൂ നോക്കിക്കോ. എമ്മിൻ്റെ വാല്യൂ ഇതാണ്, മൈനസ് ഡെൽറ്റ H0/2.303 R ആണ് എമ്മിൻ്റെ വാല്യൂ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇക്വേഷൻ്റെ ഫോം എങ്ങനെയാണ്? mx + c എന്നാണ്. എല്ലാ പോസിറ്റീവ് വാല്യൂസ് ആണ്. പക്ഷേ ഇവിടെ എമ്മിൻ്റെ വാല്യൂ നെഗറ്റീവ് അല്ലേ? അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നെഗറ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഗ്രാഫ് മേളിൽ നിന്ന് താഴേക്ക് വരും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ദെൻ ഗ്രാഫ് വിൽ touch the y-axis in somewhat higher portion and thus represents y-intercept. Okay, y-intercept ന്റെ വാല്യൂ എന്താണ്? ഡെൽറ്റ S0/2.303 R. ഓക്കെ, സ്ലോപ്പിൻ്റെ വാല്യൂ എന്തുമായിരിക്കും? അപ്പോൾ സ്ലോപ്പിൻ്റെ എന്താണ്? മൈനസ് ഡെൽറ്റ H0/2.303 R. ക്ലിയർ? ഇപ്പോൾ ജസ്റ്റ് ആ ഗ്രാഫ് ഒന്ന് നോക്കി വയ്ക്കുക. ലോഗ് കെ വേഴ്സസ് 1/t ഗ്രാഫ്. ലോഗ് കെ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ലോഗ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വേഴ്സസ് 1/t ഗ്രാഫ്. സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ഈ ഗ്രാഫ് വന്നിട്ട് ആ റിയാക്ഷൻ്റെ നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറയാം. അപ്പോൾ ഗ്രാഫ് നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഗ്രാഫ് ആണെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഈസ് സ്പെസിഫിക്കലി എൻഡോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ദെൻ എക്സോതെർമിക്കിൻ്റെ ഗ്രാഫ് കൂടെ നമുക്ക് നോക്കാം. ഗ്രാഫ് ഈ റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ഇൻ ദ കേസ് ഓഫ് എക്സോതെർമിക് റിയാക്ഷൻ ലോഗ് കെ ഈസ് ഈക്വൽ ടു ഡെൽറ്റ S0/2.303 R. നെഗറ്റീവ് ഉണ്ട്. എക്സോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ചും നെഗറ്റീവ് ആണ്. ദാറ്റ് ബിക്കംസ് പോസിറ്റീവ് പ്ലസ് ഡെൽറ്റ H0/2.303 RT. It is also like y is equal to mx plus c. So y equal to mx plus c. അതിപ്പോൾ c plus mx എന്ന് പറഞ്ഞാലും mx plus c എന്ന് പറഞ്ഞാലും ഇക്വേഷൻ സെയിം ആണ്. y equal to mx plus c. അപ്പോൾ yൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ലോഗ് കെ, എക്സിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 1/t. ഗ്രാഫ് വരയ്ക്കാം നമുക്ക്. അപ്പോൾ എക്സിൻ്റെ എടുക്കേണ്ട വാല്യൂ എന്താണ്? 1/temperature ലോഗ് കെ. Graph will be a straight line with positive slope since m has positive value. ഇവിടെ എമ്മിൻ്റെ വാല്യൂ ഡെൽറ്റ H0/2.303 RT എന്നാണ്. അപ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. വൈ ഇൻ്റർസെപ്റ്റും പോസിറ്റീവ് ആണ്. സോ ഗ്രാഫ് വിൽ കം ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് വാല്യൂ ഇസ് വൈ ഇൻ്റർസെപ്റ്റ്. ഇതിൻ്റെ വാല്യൂ എന്താണ്? ഡെൽറ്റ S0/2.303 R. ഓക്കെ, സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്താലോ? സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ H0/2.303
2.303 R. പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുള്ളതുപോലെ തോന്നും. കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഇക്വേഷൻ എഴുതുമ്പോൾ അത് y = mx + c എന്ന ഫോമിലാണോ എന്ന് നോക്കുക. അത് നോക്കാൻ ചെയ്യേണ്ടത് രണ്ട് വേരിയബിളും രണ്ട് കോൺസ്റ്റൻസും അവിടെ ഉണ്ടാവും. വൈയും എക്സും വേരിയബിളും എമ്മും സിയും കോൺസ്റ്റൻസും. അപ്പോൾ y = mx + c എന്ന ഫോമിലാണ് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ വരുന്നതെങ്കിൽ ആ ഇക്വേഷൻ വെച്ച് നിങ്ങൾ ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇനി എമ്മിൻ്റെ വാല്യൂ നോക്കുക. എം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. എം നെഗറ്റീവ് ആണെങ്കിൽ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാഫിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും, ഗ്രാഫ് താഴെ നിന്ന് മേളിലേക്ക് പോകും. സി വൈ ഇൻ്റർസെപ്റ്റ് ആണ്. സി 0 ആയിരുന്ന സിറ്റുവേഷനിൽ ഗ്രാഫ് വിൽ സ്റ്റാർട്ട് ഫ്രം ദ ഒറിജിൻ. സി 0 അല്ലാത്ത എല്ലാ സിറ്റുവേഷൻസിലും ഗ്രാഫ് വിൽ ടച്ച് ദ വൈ ആക്സസ് ഇൻ ദി പോസിറ്റീവ് പോർഷൻ. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് വാൻ ഹോഫ് ഇക്വേഷൻ. വാൻ ഹോഫ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ഓർ ഗീവ്സ് ദ റിലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് ടെമ്പറേച്ചർ. അത് എൻഡോതെർമിക്കിനും എക്സോതെർമിക്കിനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ വാൻ ഹോഫ് ഇക്വേഷനെ രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യാൻ പോവാം. ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ, അതിനായി ഞാൻ T1 എന്ന ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ റിയാക്ഷൻ പെർഫോം ചെയ്തേക്കാൻ പോകണം. വെൻ ദ ടെമ്പറേച്ചർ ഇസ് T1, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇസ് K1. നമ്മൾ പഠിച്ച ടെമ്പറേച്ചർ മാറിയാൽ ഡെഫിനറ്റ്ലി ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് മാറും. ഓക്കെ, അപ്പോൾ T1 എന്ന ടെമ്പറേച്ചറിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1ഉം T2 എന്ന ടെമ്പറേച്ചറിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2ഉം ആണെന്ന് വിചാരിക്കാം. വി ഹാവ് ടു ടെമ്പറേച്ചർ T1 ആൻഡ് T2. ഈ രണ്ട് ടെമ്പറേച്ചറിലെയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ് K1 ആൻഡ് K2. ഇപ്പോൾ T1 എന്ന ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അറ്റ് ടെമ്പറേച്ചർ T1 ഈസ് K1, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അറ്റ് ടെമ്പറേച്ചർ T2 ഈസ് K2. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് വാൻ ഹോഫ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. എങ്ങനെയാണ്? K1ഉം T1ഉം വെച്ചിട്ടും K2ഉം T2ഉം വെച്ചിട്ടും. ഇപ്പോൾ ഞാൻ ഇക്വേഷൻ എഴുതുന്നുണ്ട്. log K1 is equal to delta S0 by 2.303 R minus, okay, minus delta H0 by 2.303 RT1. Let it be equation number 1. Okay. രണ്ടാമത്തെ ഇക്വേഷൻ log K2 is equal to delta S0 by 2.303 R minus delta H0 by 2.303 RT2. Let it be equation number 2. Okay. മനസ്സിലാക്കേണ്ടത് ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ ഞാൻ എടുത്തേക്കണേ. ഒരു റിയാക്ഷൻ്റെ ഡെൽറ്റ S0, ഡെൽറ്റ H0, ഡെൽറ്റ G0 ഈ വാല്യൂസ് ഒക്കെ കോൺസ്റ്റൻസ് ആണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് വാല്യൂസ് എല്ലാം കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, ദെൻ ഞാൻ സെക്കൻഡ് ഇക്വേഷൻ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാൻ പോവാം. നമ്മൾ ഇങ്ങനെ ഒരു ലോഗിനൊരു ലോഗിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പ്രോബ്ലം തെർമോഡൈനാമിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ലോഗിൻ്റെ ഇക്വേഷൻ ഉണ്ട് നമുക്ക്. That is log A minus log B is equal to log A by B. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്, ലോഗിൻ്റെ ഫോർമുലയാണ്. ഓക്കെ, log A by B എന്ന് പറഞ്ഞാൽ log A മൈനസ് log B എന്നാണ്. ഇപ്പോൾ എവിടെയെങ്കിലും log A മൈനസ് log B എന്ന ഫോം വന്നാൽ നമുക്കത് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? log A by B എന്ന ഫോമിലോട്ട് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഞാൻ ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ log A by B എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? log A മൈനസ് log B. അപ്പോൾ ഞാൻ ഇക്വേഷൻ 2 1 സബ്ട്രാക്ട് ചെയ്യാൻ പോവാണേ. അപ്പോൾ 2 1 സബ്ട്രാക്ട് ചെയ്താൽ എങ്ങനെ വരും? log K2 മൈനസ് log K1 ഇറ്റ് ഈസ് ഈക്വൽ ടു, ഈ രണ്ട് ടേംസ് സെയിം ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയിക്കോളൂ. ഓക്കെ, ഡെൽറ്റ S0 by 2.303 മൈനസ് ഇത്, അപ്പോൾ അതിലങ്ങ് പോയി. ഇനിയുള്ളത് ഇതിൽ നിന്നാണ് ഞാനിത് സബ്ട്രാക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മൈനസ് ഡെൽറ്റ H0 by 2.303 RT2, okay, minus delta H0 by 2.303 RT1. So that will become plus. Concept കിട്ടിയല്ലോ അല്ലേ? സെക്കൻഡിൽ നിന്നാണ് ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ഡെൽറ്റ H0 by 2.303 RT2 മൈനസ് ഡെൽറ്റ H0 by 2.303 RT1. So delta H0 by 2.303 RT1. ഇതിപ്പോൾ log A മൈനസ് log B ഫോമിലാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? log A by B എന്ന് എഴുതാം. സോ ഇറ്റ് വിൽ ബി log K2 by K1, ഓക്കെ, ഈക്വൽ ടു
ഞാനിവിടുന്ന് കോമൺ ആയിട്ട് ഡെൽറ്റ ഹെച്ച് 0 ബൈ 2.303 ആർ എടുക്കണം വിചാരിക്കുക, അല്ലെങ്കിൽ ഡെൽറ്റ ഹെച്ച് 0 ബൈ 2.303 ആർ കോമൺ ഫാക്ടർ എടുത്താൽ it will be like this, delta h 0 by 2.303 r. ഇനി എന്താ ബാക്കിയുള്ള, ഇവിടെ ഒരു -1/T2 ഉണ്ട്, ഇവിടെ ഒരു +1/T1 ഉണ്ട്. ഞാൻ പോസിറ്റീവ് പാർട്ട് ആദ്യം എഴുതിയാൽ ഇറ്റ് വിൽ ബി ലൈക്ക് 1/T1 -1/T2. ക്ലിയർ ആണല്ലോ പറഞ്ഞേ? സോ ദിസ് ഈസ് ദ ഡിപ്പെൻഡൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് ടെമ്പറേച്ചർ. Okay, so log K2 by K1 is equal to delta H0 by 2.303 R into 1/T1 minus 1/T2. ഇനി നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യാം. അതായത് റിയാക്ഷൻ എൻഡോതെർമിക് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, കേസ് നമ്പർ 1, ഇഫ് ഡെൽറ്റ എച്ച് ഇസ് നെഗറ്റീവ്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക്. ഓക്കെ, ഇപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, T2 ഗ്രേറ്റർ ദാൻ T1 ആണ്. അതൊന്ന് ശരിക്കും മനസ്സിലാക്കാനുണ്ട് കേട്ടോ. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, T2 ഗ്രേറ്റർ ദാൻ T1 ആണ്. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് നെഗറ്റീവ് വാല്യൂ ആയില്ലേ? T2 T1 കൂടുതലാണെങ്കിൽ 1/T2 1/T1 കുറവാണ്. അപ്പോൾ 1/T1 മൈനസ് 1/T2 ഇസ് എ പോസിറ്റീവ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ് വാല്യൂ ആണ്. എക്സോതെർമിക് ആണ്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. സോ ദിസ് ആസ് എ ഹോൾ ഇസ് എ നെഗറ്റീവ് വാല്യൂ. പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? T2 T1 കൂടുതലാണ്. ഓക്കെ, അപ്പോൾ T2 T1 കൂടിയാൽ 1/T1 മൈനസ് 1/T2 പോസിറ്റീവ് ആണ്. അതങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാക്കിയാൽ മതി. T2 T1 കൂടിയാൽ 1/T2 1/T1 ചെറുതായിരിക്കും. അപ്പോൾ ഈ വാല്യൂ പോസിറ്റീവ് ആണ്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് പറയാം എന്താണ്, ലോഗ് K2 മൈനസ് ലോഗ് K1 ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. ക്ലിയർ? ഈ കംപ്ലീറ്റ് വാല്യൂ നെഗറ്റീവായിട്ട് മാറി. ദാറ്റ് ഈസ് ലോഗ് K2 ബൈ K1 നെഗറ്റീവ് ആണ്. ലോഗ് K2 ബൈ K1 എന്ന് പറഞ്ഞാൽ ലോഗ് K2 മൈനസ് ലോഗ് K1 ആണ്. അപ്പോൾ ലോഗ് K2 മൈനസ് ലോഗ് K1 നെഗറ്റീവ് ആവണമെങ്കിൽ K2 K1 കുറയണ്ടേ? ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തപ്പോൾ നെഗറ്റീവ് വാല്യൂ കിട്ടിയത് നമുക്ക് എന്ത് മനസ്സിലാക്കി? K2 ഈസ് ലെസ് ദാൻ K1. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ എങ്ങനെയായിരുന്നു കണക്ഷൻ? T1 എന്ന ടെമ്പറേച്ചറിലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് K1, T2 എന്ന ടെമ്പറേച്ചറിലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് K2. ഓക്കെ, അപ്പോൾ T2 T1 കൂടിയപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. റിയാക്ഷൻ എങ്ങനെയാണെങ്കിൽ എക്സോതെർമിക് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സോതെർമിക് റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കുറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിൽ ബി ലെസ് ദാൻ ദ ഫസ്റ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, സെക്കൻഡ് കേസ് നമ്പർ 2, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിലോ, ദാറ്റ് ഈസ് റിയാക്ഷൻ എൻഡോതെർമിക് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ എൻഡോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, T2 T1 ഇതേ കണ്ടീഷൻ തന്നെയാണ്. T2 ഗ്രേറ്റർ ദാൻ T1, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്. അപ്പോൾ T2 ഗ്രേറ്റർ ദാൻ T1 ആണെങ്കിൽ ഈ 1/T2 T1 മൈനസ് 1/T2 പോസിറ്റീവ് ആണ്, ഡെൽറ്റ എച്ചും പോസിറ്റീവ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് വാല്യൂവും പോസിറ്റീവായി. Therefore log K2 by K1 പോസിറ്റീവ് ആണ്. That means log K2 minus log K1 is positive. അങ്ങനെ പോസിറ്റീവ് ആവണമെങ്കിൽ K2 must be greater than K1. ഓക്കെ, രണ്ട് കണ്ടീഷൻസ്, എക്സോതെർമിക്കിനും എൻഡോതെർമിക്കിനും. ഇനി ഒരു കണ്ടീഷൻ കൂടെ നമുക്ക് പറയാം. ഇപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവായി, ഡെൽറ്റ എച്ച് പോസിറ്റീവായി. ഒരു പോസിബിലിറ്റിയുടെ കൂടെ എന്താണ്? തേർഡ് കേസ്, ഡെൽറ്റ എച്ച് 0 ആയാൽ കൂടെ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആവാം, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവാം, ഡെൽറ്റ എച്ച് 0 ആവാം, പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല. അങ്ങനെ ഡെൽറ്റ എച്ച് 0 ആണെങ്കിൽ ഈ കംപ്ലീറ്റ് ടേംസും 0 ആയി പോയി. ദാറ്റ് ഈസ് ലോഗ് K2 ബൈ K1 0 ആയിട്ട് പോയി. ഇതൊരു കോൺസെപ്റ്റാണ്. ലോഗ് 1 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, 1 ഇൻറ്റു ലോഗ് 0 ആണ്. അപ്പോൾ നിങ്ങൾ
ഡെൽറ്റ ഹെച്ചിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞു. ഡെൽറ്റ ഹെച്ചിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വാല്യൂവും 0 അല്ലേ? ഈ വാല്യൂ 0 ആവണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി log 1. ഓക്കെ, log 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഡെൽറ്റ എച്ച് 0 ആണെങ്കിൽ log k2/k1 0. log k2/k1 is equal to 0. Therefore, k2/k1 is equal to 1. k2/k1 is equal to 1 ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? k2 is equal to k1. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്? T2 ഗ്രേറ്റർ ദാൻ T1 എന്ന് തന്നെയാണ്. T2 T1നേക്കാളും കൂടുതലാണ്. പക്ഷേ ടെമ്പറേച്ചർ കൂടിയിട്ടും എന്ത് മാറിയില്ല? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ മാറിയില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിനനുസരിച്ച് മാറണമെങ്കിൽ ഡെൽറ്റ എച്ച് ഒന്നുകിൽ നെഗറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം. ഒന്നുകിൽ റിയാക്ഷൻ എൻഡോതെർമിക് ആയിരിക്കണം അല്ലെങ്കിൽ റിയാക്ഷൻ എക്സോതെർമിക് ആയിരിക്കണം. ഓക്കെ, ഇഫ് ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ ഈസ് 0 ദെൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ, ഇറ്റ് വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് റിലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വിത്ത് ടെമ്പറേച്ചർ. ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ ടെമ്പറേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് ടു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യും, എങ്ങനത്തെ റിയാക്ഷൻസ് ആണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു ഫോമാണ്, ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഫീച്ചേഴ്സും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എങ്ങനെ ടെമ്പറേച്ചർ അനുസരിച്ച് വേരി ചെയ്യും എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇക്വിലിബ്രിയം എന്ന സ്റ്റേറ്റ്, ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായി എന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടന്ന് സപ്പോസ് നമ്മുടെ റിയാക്ഷൻ മെല്ലത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തി. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തുമ്പോൾ സംഭവിക്കുന്നത് നമുക്കറിയാം, ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡും ഒരേപോലെ ആയി. അപ്പോൾ നെറ്റ് റിയാക്ഷൻസ് ഒന്നുമില്ല. ദാറ്റ് ഈസ് അവിടെ നമ്മൾ ഇപ്പോൾ A + B gives C + D എന്നാണ് റിയാക്ഷൻ എങ്കിൽ ഫോർവേഡിൻ്റെ സ്പീഡും ഒരുപോലെയായി, ബാക്ക്വേർഡിൻ്റെ സ്പീഡും ഒരുപോലെയായി. അതായത് അവിടെ ഉള്ള സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ പിന്നെ അങ്ങോട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ കളർ ചേഞ്ച് ഉണ്ടാവില്ല, പ്രഷർ ചേഞ്ച് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നെറ്റ് റിയാക്ഷൻസ് ഒക്കെ 0 ആണ്. ഓക്കെ, നമുക്കത് ചേഞ്ച് വിസിബിൾ ആയിട്ട് മനസ്സിലാക്കാൻ, ചേഞ്ച് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. ആ സിറ്റുവേഷനാണ് നമ്മൾ എന്ത് വിളിച്ചിരിക്കുന്നത്? ഇക്വിലിബ്രിയം. ഇങ്ങനൊരു റിയാക്ഷൻ ഇപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തിരിക്കുന്നു വിചാരിക്കാം. സപ്പോസ് എ സിസ്റ്റം ഈസ് നൗ അറ്റ് ഇക്വിലിബ്രിയം. ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യുമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തൊരു സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്താൽ ആ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടാവും. ഫസ്റ്റ് വൺ, ഇപ്പം ഞാൻ സപ്പോസ് നമ്മളത് ഒന്നുകൂടെ ഈ എക്സാമ്പിൾ തന്നെ നോക്കിക്കോ. ഈ റിയാക്ഷൻ ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. ദാറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും സ്പീഡ് ഇപ്പോൾ ഒരുപോലെയാണ്. അപ്പോൾ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലായി. ഇതിലേക്ക് ഞാൻ എയുടെ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് എ എന്ന റിയാക്ടൻറ്റിൻ്റെ കുറച്ച് എക്സസ് എ അതിലേക്ക് ആഡ് ചെയ്തു വിചാരിക്കാം. ഞാൻ ആ സിസ്റ്റത്തിലേക്ക് കുറച്ച് എക്സസ് ഓഫ് എ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ആവും. ദാറ്റ് ഈസ് ഇവിടെ ഇപ്പോൾ A, B, C, D ഈ 4 റിയാക്ടിങ് സ്പീഷീസ് ആണുള്ളത്. 2 റിയാക്ടറും 2 പ്രോഡക്റ്റും. ഇവരുടെ കോൺസെൻട്രേഷനും ഒരു ചേഞ്ച് ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് എക്സസ് ഓഫ് റിയാക്ടൻറ്റോ പ്രോഡക്റ്റോ ആഡ് ചെയ്ത് കൊടുത്താൽ ഇക്വിലിബ്രിയം എന്തായാലും ഡിസ്റ്റർബ് ആവില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തെ അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ ഈസ് കോൺസെൻട്രേഷൻ. ഓക്കെ, റിയാക്ടൻറ്റിൻ്റെയോ പ്രോഡക്റ്റിൻ്റെയോ കോൺസെൻട്രേഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും. ഓക്കെ, അത് അറ്റൈൻ ആയിരിക്കുന്ന ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും. അഗെയിൻ ദ റിയാക്ഷൻ വിൽ കം ടു ഇക്വിലിബ്രിയം. അത് പിന്നെയാണ്. ഓക്കെ, എനിവേ നമ്മൾ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താൽ ആ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രസൻറ്റ് ഇക്വിലിബ്രിയം സിസ്റ്റം എന്താവും? ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ഇക്വിലിബ്രിയത്തെ അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടറാണ് കോൺസെൻട്രേഷൻ. നമ്പർ 2, ടെമ്പറേച്ചർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് റിയാക്ഷൻ്റെ സ്പീഡ്, റൈറ്റ്, ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് മാറാം. അപ്പോൾ എന്താ സംഭവിക്കാം? ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവാം. മൂന്നാമത്തെ ഫാക്ടറാണ് പ്രഷർ. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ, ഈ 3 കാര്യങ്ങളും നിങ്ങൾ ആ സിസ്റ്റത്തിൽ ചേഞ്ച് ആക്കിയാൽ, പ്രഷർ ചേഞ്ച് ആക്കുക, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുക, കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്താൽ ആ സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം എന്ന സ്റ്റേറ്റ് വിൽ ബി ഡിസ്റ്റർബ്ഡ്. ഓക്കെ,
again the system will do something to maintain that equilibrium. പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മൾ ആ ചേഞ്ച് അവിടെ കൊണ്ടുവരുമ്പോൾ ആക്ച്വലി അവിടുത്തെ ഇക്വിലിബ്രിയം എന്താവും, ചേഞ്ച് ഡിസ്റ്റർബ്ഡ് ആവും. ഓക്കെ, അപ്പോൾ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം ആർ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇനി ഈ പറഞ്ഞ ഫാക്ടേഴ്സ് നമ്മൾ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ, ഇത് ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇമ്പാർട്ട് ചെയ്താൽ, ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം എങ്ങനെ എഫക്റ്റ് ആവും? കോൺസെൻട്രേഷൻ ചേഞ്ച് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ ഇക്വിലിബ്രിയം എന്താവും? പ്രഷർ ചേഞ്ച് ചെയ്താൽ ഇക്വിലിബ്രിയം എന്താവും? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ദാറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദി നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ, താങ്ക് യു.